നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ മീനാക്ഷിക്ക് എന്തെങ്കിലും ഒരു ആപത്ത് പറ്റിയ ഈ ഇന്ദ്രജാങ് വരും നിന്റെ ചെമ്പകമംഗലത്തേക്ക്. എല്ലാത്തിനെയും ഞാൻ കത്തിക്കും. ചെന്ന് പറഞ്ഞേക്കവരോട്. ദേവേട്ട, ഞാൻ പോയി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല. തക്കതായ കാര്യങ്ങളുണ്ടായപ്പോ പോയി, അത് ശരിയാ. നന്ദിനിയുടെ കയ്യില് തോക്കുണ്ടെന്നോ? അത് അവളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. കാക്കയെ വെടിവെച്ച് കൊല്ലാം. ദേവേട്ടൻ റാസൽ കൈമേ പോയി 2 വീശാൻ നോക്ക്. ഫോൺ വെക്ക്. ഓ, നിനക്ക് എന്റെ അടുത്തേക്കുള്ള വഴിയൊക്കെ അറിയാമോ? വഴിയൊക്കെ മറക്കുന്നത് നല്ലതൊന്നും ഈ വഴിയിൽ ഓർക്കാനില്ലാത്തോണ്ട്. നിന്റെ അമ്മ വീട്ടുകാർ നല്ല നല്ല സമ്മാനങ്ങളാണല്ലോ മാധവ മന്ദിരത്തുകാർക്ക് തരുന്നതും തന്നുകൊണ്ടിരിക്കുന്നതും. അമ്മായിയോട് തർക്കിക്കാനൊന്നുമല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്കതിന് നേരവുമില്ല. നീ നേരം കണ്ടെത്തുന്നത് വേറെ പലതിനും ആണല്ലോ. മീഡിയക്കാരോടാടി സസ്പെൻഷൻ വാങ്ങിച്ചു കെട്ടല്, ഇനി ഡിസ്മിസൽ ഓർഡർ കൂടി താമസിയാതെ കയ്യിൽ വരും. ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് എന്നെ ദേഷ്യം പിടിപ്പിക്കാന്നൊന്നും കരുതണ്ട. മീനാക്ഷി അമ്മായിയുടെ അടുത്ത് വന്നിരുന്നു. ആര്? മീനാക്ഷി, എന്റെ ഭാര്യ മീനാക്ഷി. അവള് നിന്റെ ഭാര്യ മാത്രമല്ല, എന്റെ മകളും കൂടിയാ. അതായിക്കോട്ടെ, അവൾ അമ്മായിയെ കാണാൻ വന്നോന്നാ എനിക്കറിയേണ്ടത്. വന്നില്ല. എന്താ, അവള് ചെമ്പകമംഗലത്തില്ലേ? ഇല്ല. പിന്നെ അവൾ എവിടെ പോയി? നിന്നോടാ ഞാൻ ചോദിച്ചത് അവൾ എവിടെ പോയെന്ന്. എന്തായാലും അവൾ അമ്മായിയുടെ അടുത്തില്ലല്ലോ. നിക്കടാ അവിടെ. അങ്ങനെ നീ അങ്ങ് പോവാൻ വരട്ടെ. അവൾ എവിടെ പോയിന്ന് എന്നോട് പറഞ്ഞിട്ട് പോയാ മതി. അവള് മുത്തശ്ശിയുമായി എന്തോ കാര്യം പറഞ്ഞ് പിണങ്ങി. മീനാക്ഷി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അത് ശരി. അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചത് സംഭവിച്ചു. ചെമ്പകമംഗലത്തുകാർ എന്റെ കുഞ്ഞിനെ അവിടുന്ന് ഇറക്കി വിട്ടു. അമ്മായി വെറുതെ ഇല്ലാത്തതൊന്നും പറഞ്ഞുണ്ടാക്കരുത്. മീനാക്ഷിയെ ആരും അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടില്ല. തനിയെ ഇറങ്ങിപ്പോയതാ. നീ നിന്റെ അമ്മ വീട്ടുകാരെ ന്യായീകരിക്കാനൊന്നും നോക്കണ്ട. എനിക്കറിയാം. എനിക്കറിയാവുന്നിടത്തോളം ചെമ്പകമംഗലത്തുകാരെ മറ്റാർക്കും അറിയില്ല. എന്റെ അനിയത്തിയെ കൊന്നത് നിന്റെ വല്യമ്മാവനാ, ജയറാം.
അവനെ കാലം കൊണ്ടുപോയി. എന്റെ അനിയത്തിയുടെ കുഞ്ഞിനെ കൊലയ്ക്ക് കൊടുക്കാൻ നീ കൂട്ടു നിന്നാലേ ഒന്നിനെയും ഈ ഇന്ദ്രജ വെറുതെ വിടില്ല. പലതും ക്ഷമിച്ചവളും സഹിച്ചവളുവാ ഈ ഇന്ദ്രജ. എന്റെ മീനാക്ഷിക്ക് എന്തെങ്കിലും ഒരു ആപത്ത് പറ്റിയ ഈ ഇന്ദ്രജ അങ്ങ് വരും നിന്റെ ചെമ്പകമംഗലത്തേക്ക്. എല്ലാത്തിനെയും ഞാൻ കത്തിക്കും. ചെന്ന് പറഞ്ഞേക്കവരോട്. എവിടെടാ മൈഥിലി? അവളുടെ കയ്യിൽ എന്റെ കുഞ്ഞുണ്ട്. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. ഏത് മൈഥിലി? ഏത് കുഞ്ഞ്? നിനക്ക് അവളെയും കുഞ്ഞിനെയും അറിയില്ല അല്ലടാ? അറിയാടാ, ഞാൻ നിന്നെ തിരക്കി നടക്കുമായിരുന്നു. നീ ഒറ്റ ഒരുത്തനാ എന്നെ മൈഥിലിയും തമ്മിൽ അകറ്റിയത്. മൈഥിലിയും കുഞ്ഞും ഇപ്പൊ എവിടെ ഉണ്ടെന്ന് ഉത്തരം പറയേണ്ടത് നീയാ. നീ പറയണം. പറ, അവരെ നീ എവിടെ കൊണ്ട് ഒളിപ്പിച്ചു? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.